അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ്. കല്ലുമ്മക്കായ എല്ലാവരും ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റുള്ളൊരു ഒരു മാവുണ്ടല്ലോ, അരിമാവ്, അത്രയും ടേസ്റ്റ് ആയിട്ടാണുള്ളത്. അതന്നെ നമുക്ക് പൊരിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു കല്ലുമ്മക്കായൻ്റെ റെസിപ്പിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി നല്ല ഇറച്ചിയോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായിട്ട്. അപ്പം നാളെ മോള് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് മംഗലാപുരം ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ വെച്ച് കുറച്ചൊക്കെ പൊരിച്ചിട്ട് കൊടുക്കുക, കുറച്ച് ഫ്രോസൺ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 100-130 കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നെ ഇത് നമ്മൾ കല്ലുമ്മക്കായ പൊളന്ന് വരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഓര് വെള്ളമാണിത്. അതിൻ്റെ കല്ലുമ്മക്കായ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ആ വെള്ളം, ആ കല്ലുമ്മക്കായൻ്റെ കംപ്ലീറ്റ് ഓര് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, ആ വെള്ളം മാറ്റി വെച്ചു. പിന്നെ ഒരു വലിയ തേങ്ങ, പിന്നെ ഒരു 3 കപ്പ് നമ്മുടെ പുഴുകലരിയില്ല, നമ്മൾ ചോറ് വെക്കുന്നത്, കുറുവരിയാണ്. അത് നല്ല ചൂടുവെള്ളത്തിൽ പൊതിർത്തിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതാണ്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മൾ സാധാരണ ഒറോട്ടിക്കൊക്കെ ചെയ്യുന്നത് പോലെ കേട്ടോ. പിന്നെ ഒരു 3 കപ്പ് അരിക്ക് 3 ടേബിൾ സ്പൂണ് നമ്മൾ വലിയ ജീരകം, പിന്നെ കുറച്ച് കല്ലുമ്മക്കായ, ഞാൻ ഒരു 10-12 കല്ലുമ്മക്കായ അതിൽ നിന്ന് തൊലിയിൽ നിന്ന് എടുത്തിട്ട് ഈ അരിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു 10 കല്ലുമ്മക്കായ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള, പിന്നെ കുറച്ചൊരു 10-12 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ഒരു വലിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം. ഇതൊക്കെയാണ് ഞാൻ ഈ അരപ്പിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ മസാല കൂട്ടി ചേർത്തിട്ട് അരി അരച്ചിട്ട് ഇടുന്ന കല്ലുമ്മക്കായ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ കല്ലുമ്മക്കായ ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ഒരു വെള്ളത്തിൽ മാത്രമാണ് ഉണ്ടാക്കൽ, കല്ലുമ്മക്കായ അരച്ച് ചേർക്കലില്ല. അപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്താക്കുന്നത്, ഈ അരി അരക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തേങ്ങ നന്നായിട്ട് അരയണമല്ലോ, അപ്പോൾ ആദ്യം ഞാൻ തേങ്ങയാണ് ഇടുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ കല്ലുമ്മക്കായൻ്റെ വെള്ളം എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായ് പൊളക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കാണിച്ചിട്ട് പൊളന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇത്. അപ്പോൾ ആ വെള്ളത്തിൽ അരച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് സ്വതവേ ഉണ്ടാവാൻ. അതിൻ്റെ കൂടെ നമ്മൾ ഈ കല്ലുമ്മക്കായ് ചുരണ്ടിയതും കൂടി ഇടുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഭയങ്കര അടിപൊളിയല്ലേ. അപ്പോൾ ഇതാരും ഇതുവരെ ചെയ്യാത്തൊരു മെത്തേഡാണ്, പക്ഷെ എനിക്ക് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാൻ. എനിക്ക് ആ ഇഞ്ചിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ അത് ഇഞ്ചി ചേർക്കണമെന്നില്ല. പിന്നെ അതും നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും വെല്ലുള്ളിയും കൂടിയിട്ട് വീണ്ടും അരക്കുക. അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരക്കണം. നല്ലോണം അരയുന്നത് ആദ്യം ചേർക്കുക. അങ്ങനെ നന്നായിട്ട് ഇതും കൂടെ അരച്ചു. ഇനി നമ്മൾ ചേർക്കേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും. ഞാൻ രണ്ടും ഒരുമിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ പച്ചമുളക് കുറച്ച് നന്നായിട്ട് അരയണം. പിന്നെ ഇത് കറിവേപ്പില ഒന്ന് ക്രഷ് പോലെ ആയാൽ മതി. ഞാൻ പിന്നെ രണ്ടും ഒരുമിച്ചിട്ട് തന്നെ ഒന്ന് ക്രഷ് പോലെ ആക്കിയിട്ട് എടുത്തു. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ മസാലകളൊക്കെ അരഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരച്ചത്. നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിന് ഒരു വെള്ളം എന്നാണ് പറയൽ. ഉമ്മയൊക്കെ പറയുന്ന കേട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ വേറെ എന്തെങ്കിലും പേര് പറയണമെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്താക്കി, അതൊക്കെ മസാലയൊക്കെ അരച്ചതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഈ കുതിർത്തിയ അരിയും കൂടെ ചേർത്തു. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കംപ്ലീറ്റ് അരച്ചു, ബാക്കി നമുക്ക് വെള്ളവും ചേർത്തിട്ട് അരക്കാം. അങ്ങനെ എല്ലാം അരച്ച് അരവൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കുക. നമ്മുടെ അരപ്പ്, നമ്മുടെ മസാലയൊക്കെ താഴെയിലല്ലേ ഉള്ളത്, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കാരണം നമുക്കൊന്ന് അതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർക്കുക. പിന്നെ കുറച്ചും കൂടെ കറിവേപ്പില നന്നായിട്ടൊന്ന് കൈനെ കൊണ്ട് മുറിച്ചിട്ടിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് കറക്റ്റ് നോക്കണം കേട്ടോ. നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് അതിന് കുഴച്ച് ഒറോട്ടിക്ക് പൊടി കുഴക്കുന്നില്ല, അതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്താക്കി, ഉമ്മാൻ്റെ ഒറോട്ടി പൊടി, നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ടിനോന്ന് എനിക്കറിയില്ല, നമ്മുടെ ഒറോട്ടിക്കാണെങ്കിലും നെയ്പ്പത്തിലാണെങ്കിലും ഇടിയപ്പം എന്നെല്ലാത്തിനും ചേർക്കുന്ന ഉമ്മാൻ്റെ മിറാക്കിൾ പൗഡറാണ് കേട്ടോ, അരി പൗഡറാണ്. അപ്പം ആ പൊടി നമ്മളെന്താക്കാൻ നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഒറോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ അരിൻ്റെ പൊടിൻ്റെ കണക്കൊന്നുമില്ല, എത്രത്തോളം നമുക്ക് പൊടി വേണം കുഴച്ചിട്ട് കിട്ടുന്ന അത്ര. ഞാനൊരു 100-130 കല്ലുമ്മക്കായാണ് നിറക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു പരുവത്തിൽ പൊടിയിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുക. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അതിനാവശ്യമുള്ളത് നന്നായിട്ട് കുഴച്ച് എടുത്തതിന് ശേഷം നമ്മുടെ ഈ
തുറന്ന് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ്ക്കകത്തിട്ടിട്ട് ആദ്യം നമ്മളൊരു ചെറിയ ഉരുള എടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ബാക്കിയുള്ള അരി ഇങ്ങോട്ടേക്ക് എടുക്കുക. നമ്മൾ നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ കല്ലുമ്മക്കായിൽ നിന്ന് ഇറച്ചി വേറെ പിന്നെ അരി വേറെ ആയിട്ട് കിട്ടുന്നത്. അതായത് നമ്മളിത് നന്നായിട്ട് അമർത്തിയിട്ട് നല്ല സ്റ്റഫ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കല്ലുമ്മക്കായ് വേവുമ്പോൾ അരി വേറെയും ഇറച്ചി വേറെയും ആയി പോകുന്നത്. നല്ലോണം സ്റ്റഫ് ചെയ്യാണ്, നന്നായിട്ട് അമർത്തിയതിന് ശേഷം അരിയൊക്കെ നിറച്ച് ബാക്കിയുള്ള അരി അതിൽ നിന്ന് എടുക്കുക. ആ ഒരു മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിറക്കുന്ന കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ കല്ലുമ്മക്കായ് കംപ്ലീറ്റ് നിറച്ചെടുക്കുക. ഇനി ഇതിനെ നമ്മൾ എന്താക്കാൻ, അരി ആവിയിലാണല്ലോ ഈ കല്ലുമ്മക്കായ് വേവിക്കാൻ, അതെല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ അടുപ്പ് വെച്ചിട്ട് ആവിയിൽ വേവിക്കാമെന്ന് വെച്ചു. കാരണം ഉള്ളിലാകുമ്പോൾ ഒരുപാട് ഗ്യാസ് വേണമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് പെറുക്കിയിട്ട് ഞാൻ ആവിച്ചെമ്പിൽ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ബാക്കി ഇത്രയാണ് മാവുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഉരുളയാക്കിയിട്ട്, ഇതും നല്ല രസമായിട്ടോ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ. നല്ല കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റൊക്കെ അതിൽ വന്നല്ലോ. അപ്പം അത് ഞാനൊരു 4-5 കല്ലുമ്മക്കായൻ്റെ ആ ഉരുള ഉരുട്ടിയിട്ട് അതും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടും ഇതിൻ്റെ ഒരു പണിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിൽ നിന്ന് ഇളക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നല്ലോണം ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് വെന്തു. എന്നിട്ട് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ല ചൂടുണ്ട്, അപ്പോൾ തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ, മിറാക്കിൾ ഉമ്മാൻ്റെ മിറാക്കിൾ പൗഡർ എന്ന് പറഞ്ഞാൽ ആ പൗഡറിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ. അത് നല്ല ആ ഒരു രീതിയിൽ നമ്മൾ അരി പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. പത്തിരിക്കാണെങ്കിലും ഒറോട്ടിക്ക്, പത്തിരി, പിന്നെ നൂൽപ്പെട്ട്, അപ്പോൾ നമ്മൾ ഈ കല്ലുമ്മക്കായ്, നെയ്പ്പത്തിരി എല്ലാ സാധനത്തിനും ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് എടുത്തിട്ട് ഓരോ പാത്രത്തിൽ വെച്ച് ഇത് ഞാൻ എൻ്റെ മോക്ക്, അതായത് ഒരു 10-40 എണ്ണം മോക്ക് കൊടുക്കാൻ വെച്ചു. പിന്നെ കുറച്ച് നമുക്ക് പൊരിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ഫ്രോസൺ ആക്കിയിട്ട് വെക്കുമ്പോൾ പിന്നെ കല്ലുമ്മക്കായ് തോടോട് കൂടി തന്നെയാണ് വെക്കൽ. എന്നിട്ട് തോടോട് കൂടി വെച്ചിട്ട് ഒരു നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുത്തിട്ട് ഒന്നും കൂടെ ആവി കയറ്റിയിട്ടാണ് ഞാൻ അതിനെ പൊരിച്ചെടുക്കൽ. നമ്മൾ അങ്ങനെ ഫ്രോസൺ ആക്കിയ സാധനം അങ്ങനെ എടുത്തിട്ട് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും, ടേസ്റ്റും ഉണ്ടാവില്ല. എപ്പോൾ നമ്മൾ ചെയ്തത് ഫ്രോസൺ ആയിട്ട് വെക്കുന്ന സാധനത്തിന് നമ്മുടെ ഈ കല്ലുമ്മക്കായിനെ നമ്മൾ എടുക്കുക, പുറത്ത് വെക്കുക, കുറച്ച് തണുപ്പ് പോയതിന് ശേഷം നന്നായിട്ട് ആവി കേൾക്കുക. തൊലിയോടുകൂടെ തന്നെ ആവി കയറ്റിയിട്ട് അത് തളിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കല്ലുമ്മക്കായ് പോലെ ഉണ്ടാവും. ഒരു ടേസ്റ്റിനും ഒരു ഗുണത്തിനും ഒന്നും മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ച് നമുക്കിത് പൊരിക്കാനുള്ള മസാല ഒരു 3 ടീസ്പൂൺ മുളക് പൊടിക്ക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും, 1 ടീസ്പൂൺ നമ്മുടെ ഫിഷ് മസാല പൗഡർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിക്കുക. ജീരകം പൊടിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 3 ടീസ്പൂണ് അരിപ്പൊടി, പച്ചരിപ്പൊടിക്ക് 1 ടീസ്പൂണ് നമ്മുടെ കോൺഫ്ലവർ പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതിനെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പം അരി 3 ടീസ്പൂണിന് 1 ടീസ്പൂണാണ് ഞാൻ കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത്. പച്ചരിപ്പൊടിയാണ് കേട്ടോ, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ്. എന്നിട്ട് നമ്മളൊന്ന് ഒരു കല്ലുമ്മക്കായ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കും. അത് ഒരുപാട് തിക്നെസ് വേണ്ട, ഒരു മീഡിയം സൈസ്. നമുക്കിത് ഇതേപോലെ ഒരു തിക്കിൽ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് ഓരോരോ കല്ലുമ്മക്കായും മുക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ പൊരിക്കുന്ന മസാലക്കൂട്ടും എൻ്റെ പിന്നെ അരിൻ്റെ കൂട്ടൊക്കെ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ടിപ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഈ കല്ലുമ്മക്കായ് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റും രുചിയും വായിന്ന് ആരും മറന്നു പോകില്ല. അത്രയും ടേസ്റ്റുള്ള കല്ലുമ്മക്കായാണ്. എന്തായാലും ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം കല്ലുമ്മക്കായ് നല്ല അടിപൊളിയായിരിക്കും. ഇനി നമ്മൾ സാധാരണ എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുക. സാധാരണ എല്ലാവരും പറയുന്നതൊക്കെ കല്ലുമ്മക്കായ് പൊരിക്കുമ്പം പിന്നെ ഇറച്ചി ഇളകിപ്പോന്ന്, കല്ലുമ്മക്കായിൽ നിൽക്കുന്നില്ല എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കറിവേപ്പിലൊക്കെ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നതൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഈ മസാലക്കൂട്ടാക്കുമ്പം തന്നെ ഒരു പിടി കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചി നമ്മൾ പിന്നെ മാവിലും കറിവേപ്പില ചേർത്തിട്ടുണ്ട്. എന്ത് തന്നെ പറഞ്ഞാൽ ഈ ഒരു മാവും ഈ മസാലയും എല്ലാം വേറെ തന്നെ രസമാണ്. നമ്മൾ ഇറച്ചിനെ ഇളകി പോകുന്നുള്ളൊരു ടെൻഷനും വേണ്ട. പിന്നെ നമ്മൾ ഈ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സാധാരണ കല്ലുമ്മക്കായ്ക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആ 3 ഭാഗങ്ങളും എണ്ണയിലിട്ട് പൊരിക്കണം, ഇറച്ചി ഇളകി പോവില്ല. അപ്പം നിങ്ങൾ ഇതൊക്കെ എൻ്റെ ഈ കല്ലുമ്മക്കായൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റും രുചിയുള്ള
നല്ല രുചിയുള്ള കല്ലുമ്മക്കായ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല മേലയിൽ കുറച്ചൊരു മുരുമുരു പോലെയും നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റിലായിട്ട് നല്ല രുചിയുള്ള നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു കല്ലുമ്മക്കായ ഈ ഒരു രീതിയിൽ പൊരിച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കല്ലുമ്മക്കായൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് പൊരിച്ച് കഴിഞ്ഞു. ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ തണിയാനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് മോക്ക് കുറച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിച്ചതാണെന്നുള്ളത്. അപ്പോൾ കല്ലുമ്മക്കായെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യണം, എന്നിട്ട് അവളെ പറഞ്ഞേക്കണം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് പാക്ക് ചെയ്യട്ടെ. ഒരു 4 ആൾക്കുള്ള ഫുഡാണ് വേണ്ടത്. കല്ലുമ്മക്കായാണ് വേണ്ടത്. ഒന്നുള്ള റൂമിലേക്ക്, പിന്നെ 3 ഫ്രണ്ട്സുമാർക്ക്, പുറത്തുള്ള ഫ്രണ്ട്സുമാർക്ക്. അങ്ങനെ പെട്ടെന്ന് ഞാനെല്ലാം പാക്ക് ചെയ്ത് 10 മണി 10:15 ട്രെയിൻ. അൽഹംദുലില്ലാ പാക്കിംഗ് എല്ലാം പെട്ടെന്ന് എല്ലാം ചെയ്ത്. അപ്പോൾ എന്തായാലും എൻ്റെ കല്ലുമ്മക്കായൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അൽഹംദുലില്ലാ. ഇനി ഞാൻ കല്ലുമ്മക്കായ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കല്ലുമ്മക്കായ അരക്കുമ്പോൾ ഈ ഓരോ വെള്ളവും കല്ലുമ്മക്കായും ചേർത്തിട്ട് വേണം കല്ലുമ്മക്കായൻ്റെ അരി അരക്കാൻ. രണ്ടാമത്, കല്ലുമ്മക്കായ നിറക്കുന്ന സമയത്ത് നന്നായിട്ട് അമർത്തിയിട്ട് ഫില്ലിങ് നല്ലോണം ഫില്ല് ചെയ്തിട്ട് വേണം, കല്ലുമ്മക്കായ നല്ല പ്രസ് ചെയ്തിട്ട് വേണം കല്ലുമ്മക്കായ നിറക്കാൻ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായിൽ നിന്ന് കല്ലുമ്മക്കായൻ്റെ ഇറച്ചി ഇളകി പോകാതെ നമുക്ക് കിട്ടും. മൂന്നാമത്, തണുത്തതിന് ശേഷം മാത്രം, നല്ലോണം വെന്ത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ കല്ലുമ്മക്കായൻ്റെ തൊലിയിൽ നിന്നും കല്ലുമ്മക്കായ ഇളക്കി വെക്കാൻ പാടുള്ളൂ. നാലാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊരിക്കുന്ന മുളക് പൊടിൻ്റെ അകത്ത് ഒരു കൈപ്പിടി നിറച്ചും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് പിന്നെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി ഇളകി പോകാതെ കിട്ടും. അഞ്ചാമത്, നമ്മൾ 3 സ്പൂൺ അരിക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ എന്ന രീതിയിൽ മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഇറച്ചി ഇളകി പോകാതെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ല ടേസ്റ്റുള്ള കല്ലുമ്മക്കായ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.